അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഖബീസ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ സ്വഹാബാക്കളായ നമ്മളൊക്കെയും ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയാണ്, ഓ സ്വഹാബാക്കളെ, നിങ്ങളോട് ഒരു 3 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ 3 കാര്യങ്ങൾ ശരിക്കൊന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കുക, ഗൗരവത്തോടു കൂടെ കേൾക്കുക. ഈ 3 കാര്യം ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും ഖിയാമത്ത് നാൾ വരെ നടക്കുക. അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമുണ്ടാവുകയില്ല. എന്താണ് ആ 3 കാര്യം? മാ നഖസ മാലു അബ്ദിൻ മിൻ സ്വദഖത്തിൻ. ഒന്നാമത്തത്, സ്വതക്ക നൽകിയാൽ ആരും പേടിക്കേണ്ടതില്ല. ഇന്നുവരെ സ്വതക്ക നൽകിയിട്ട് ആരും ഫക്കീറായ ചരിത്രം, ആരും മിസ്കീനായ ചരിത്രം ലോകത്ത് എവിടെയുമില്ല, എക്കാലത്തുമില്ല, അതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുകയാണ്, സ്വതക്ക കൊടുത്താൽ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചാൽ അതേ ഞാൻ പാപ്പറായി പോകുമോ, ഒന്നും ഇല്ലാത്തവനായി പോകുമോ എന്ന് പലപ്പോഴും നാം ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെട്ടിട്ടാണ് നമ്മളെ കൊണ്ട് കൈവുണ്ടെങ്കിൽ പോലും നാം പലപ്പോഴും അതിൽ നിന്ന് പിന്മാറുകയാണ്. സ്വതക്ക നൽകുന്നതിൽ നിന്ന് അത് ഇബ്ലീസാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. ഒന്നും ഭയപ്പെടേണ്ടതില്ല. സ്വതക്ക നൽകിയവരെല്ലാം ജീവിതത്തിൽ അല്ലാഹു ധാരാളം ബർക്കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ യാതൊരു കുറവും അല്ലാഹു നൽകിയിട്ടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ, സ്വതക്ക നൽകിയതിൻ്റെ പേരിൽ ആരും ഭയപ്പെടേണ്ടതില്ല. ഒരിക്കലും ഒരാളുടെ പണവും നഷ്ടപ്പെട്ടില്ല, ഒരിക്കലും ചുരുങ്ങുകയില്ല എന്ന് മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വല ളുലിമ അബ്ദുൻ മഗ്ലിമത്തുൻ ഫസബറ അലൈഹ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സ. ഒരാൾ ആക്രമിക്കപ്പെട്ടു, അയാളാണെങ്കിലോ അതിൻ്റെ പേരിൽ സ്വബർ ചെയ്തു, തിരിച്ച് ആക്രമിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മറ്റൊന്നെങ്കിലും അയാൾ ചെയ്തതുപോലെ തിരിച്ചു നൽകാനൊന്നും പോയില്ല. സബർ ചെയ്തു. അള്ളാഹു അയാൾക്ക് തിരിച്ചു നൽകുമെന്നുള്ള ആ നല്ല ഈമാനോടുകൂടെ അയാൾ സബർ ചെയ്തു. ആ സമയത്ത് കാണുന്നവരെല്ലാം ചിന്തിച്ചു പോകും, ഈ ആക്രമിക്കപ്പെട്ടവൻ അതെ ഇയാൾ ഒരു ഭീരുവാണ്, ഇയാൾക്ക് ഒരു കഴിവില്ല, ഇയാൾ നിസ്സാരപ്പെട്ടവനാണെന്ന് പലപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർ നിസ്സാരമായി കണ്ടു എന്ന് വരാം. പക്ഷേ പിന്നീടുള്ള ജീവിതം അങ്ങനെ ആയിരിക്കില്ല. ആക്രമിച്ചവൻ പിന്നീടുള്ള ഓരോ സമയം അവൻ നഷ്ടത്തിലായിരിക്കും, അവൻ നിസ്സാരതയിലായിരിക്കും പോവുക. അതേ സമയത്ത് ഈ ആക്രമിക്കപ്പെട്ടവൻ സബർ ചെയ്തവൻ പിന്നീട് അതാ ഓരോ ദിവസം അല്ലാഹു അവനിക്ക് ഇസ്സത്ത് നൽകുകയാണ്, സ്ഥാനങ്ങൾ നൽകുകയാണ്. ആ ആക്രമിച്ചവനെക്കാളും മുന്നിൽ ഈ ആക്രമിക്കപ്പെട്ടവൻ തീർച്ചയായും എത്തും. ആക്രമിക്കപ്പെട്ടവരാലും ഇവിടെ നിസ്സാരമായിട്ടില്ല, അവർക്ക് അല്ലാഹു ഇസ്സത്ത് നൽകിയിട്ടല്ലാതെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നാം ആരെയും ആക്രമിക്കാൻ പോകരുത്. നമ്മളെക്കാൾ കീഴിലുള്ള, നമ്മളെക്കാൾ സ്ഥാനം കുറഞ്ഞവരെ, പാവപ്പെട്ടവർ ഒരിക്കലും പോലും നാം ആക്രമിക്കാൻ പോകരുത്. അങ്ങനെ പോയാൽ നാം വിജയിച്ചു എന്നോ അല്ലെങ്കിൽ എനിക്ക് സ്ഥാനമുണ്ടോ എന്നോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഞാനൊരു വലിയ ആളായി എന്ന് വരാം. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിലെല്ലാം, പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അല്ലാഹു എന്നെ നിസ്സാരപ്പെടുത്തും, ധാരാളം മുസീബത്തുകൾ നൽകുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. രണ്ടാമത്തൊരു കാര്യം, അതേ നമ്മെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ഒരിക്കലും പോലും നാം വിഷമിക്കരുത്, ബേജാറാകരുത്. മുത്തുനബിയാണ് നമുക്ക് വാഗ്ദാനം നൽകുന്നത്. തീർച്ചയായും സബർ ചെയ്താൽ അതിൻ്റെ പേരിൽ അല്ലാഹു പ്രതിഫലം നൽകും. ആക്രമിച്ചവനെ അല്ലാഹു വെറുതെ വിടുകയില്ല എന്നും കൂടി വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മൂന്നാമതായി മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നു, വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
ഒരു മനുഷ്യൻ യാചിക്കാൻ തുടങ്ങിയാൽ, അതേ ആൾക്കാരോട് യാചിച്ചിട്ടാണ് അവൻ ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് അവന്റെ ജീവിതമെങ്കിൽ, പിന്നീട് അവനിക്ക് ഒരു ഐശ്വര്യമുണ്ടാവൂല. പിന്നീട് അവനെ അള്ളാഹു ഫക്കീറാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേ, ആരെയും നാം അവലംബിച്ച് ജീവിക്കരുത്. അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കണം. അവൻ സഹായിക്കും, ഇവന് സഹായിക്കും, അല്ലെങ്കിൽ അവന്റെ പിന്നാലെ പോയാൽ സഹായം കിട്ടും, ഇവനെ പിന്നാലെ പോയാൽ 10 രൂപ കിട്ടുമെന്ന് കൊതിച്ച് മറ്റൊരുത്തന്റെ പിന്നാലെ ഓടിയാൽ നാം നിസാരപ്പെടുമെന്നല്ലാതെ നാം ഒന്നിനും കൊല്ലാത്തവരായി പോകും. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബർക്കത്തുകളും അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകും. അതേ സമയത്ത് ഏതൊരു മനുഷ്യനും മുഅ്മിനും ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുക. എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹു നമ്മെ ചില സമയങ്ങളിൽ പരീക്ഷിച്ചു എന്ന് വരാം. ആ പരീക്ഷണങ്ങളിലെല്ലാം നാം വിജയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ജീവിതം വളരെ സന്തോഷകരമായിരിക്കും, പിന്നീടുള്ള ജീവിതം വലിയ വിജയകരമായിരിക്കുമെന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ 3 കാര്യങ്ങൾ സ്വഹാബാക്കളോട് മുത്തനബി പഠിപ്പിക്കുന്നു. ഇത് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മുത്തനബി പറഞ്ഞതുപോലെ തന്നെയാണ് എന്നും ഇതുപോലെ തന്നെയായിരിക്കും, മുത്തനബി പറഞ്ഞതുപോലെ തന്നെയായിരിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.